ഒരു ഭക്തനായ ഒരു വ്യക്തിയെ ഒരിക്കൽ ചില ആളുകളൊക്കെ ചേർന്ന് ഒരു മുറിയിൽ അടച്ചിടുന്നുണ്ട്. അപ്പോൾ ആ മുറിയിൽ ഒരു കുപ്പി മദ്യമുണ്ട്. അതുപോലെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുണ്ട്. അതുപോലെ ഒരു പിഞ്ചു കുഞ്ഞുണ്ട്, ഒരു കത്തിയുണ്ട്. ഇദ്ദേഹത്തെ നിർബന്ധപൂർവം ഈ റൂമിൽ അടച്ചിട്ട ആളുകൾ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നീ മദ്യപിക്കുകയും ആ പെണ്ണുമായി വ്യഭിചരിക്കുകയും ആ കുഞ്ഞിനെ കൊന്നുകളയുകയും ചെയ്യണമെന്ന്. ആ സമയത്ത് ഈ ഭക്തനായ വ്യക്തി ഇങ്ങനെ ആലോചിക്കുകയാണ്, അന്യായമായിക്കൊണ്ട് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുക എന്നത് ലോകത്തുള്ള മുഴുവൻ ആളുകളെയും കൊല്ലുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ ചെയ്യൂല, കൊല ഞാൻ ചെയ്യൂല. വ്യഭിചാരം എന്നുള്ളത് മ്ലേച്ഛകരമാണ്, മോശമാണ്, വൃത്തികേടാണ്. അതുകൊണ്ട് അതും ഞാൻ ചെയ്യൂല. മദ്യപാനമാകട്ടെ അത് ഇസ്ലാം ഹറാമാക്കിയ വലിയൊരു തിന്മയാണ്. അതുകൊണ്ട് അതും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ആളുകൾ, ഇദ്ദേഹത്തെ മുറിയിൽ അടച്ചിട്ട ആളുകൾ ഇദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്ന് നീ ചെയ്യാതെ ഈ മുറിയിൽ നിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കൂല എന്ന് പറയുമ്പോൾ ആ ഭക്തനായ വ്യക്തി വീണ്ടും ഈ 3 തിന്മകളെ കുറിച്ച് ആലോചിക്കുകയും താരതമ്യേന അതിൽ ഏറ്റവും ചെറിയ തിന്മ എന്ന് അദ്ദേഹത്തിന് തോന്നിയ മദ്യപാനം അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ ആ മദ്യം അദ്ദേഹം കഴിക്കുകയും മദ്യം ഫുള്ള് കഴിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ സ്വബോധം നഷ്ടപ്പെട്ട് ആ സ്ത്രീയുമായി അദ്ദേഹം വ്യഭിചരിക്കുകയും ആ കുഞ്ഞിനെ കൊന്നുകളയുകയും ചെയ്തു എന്നതാണ് കഥ. ഇവിടെ നമുക്ക് ധാരാളം ഗുണപാഠങ്ങൾ ഈ ഒരു കഥയിൽ ലഭിക്കാനുണ്ട്. കാരണം അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാഹചര്യങ്ങൾ മനുഷ്യനെ മൃഗത്തിന് തുല്യമാക്കും എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മദ്യപാനം, അതേപോലെ ലഹരി, ഇത് തിന്മകളുടെ മാതാവാണ്, മറ്റുള്ള തിന്മകളൊക്കെ പ്രസവിക്കുന്ന തിന്മകളുടെ മാതാവാണ് എന്ന് ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഇന്നത്തെ സാഹചര്യത്തിലേറെ അതെ, പിശാച് മനുഷ്യനെ വഴിതെറ്റിക്കാൻ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഈ ഒരു കഥ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പിശാച് പറഞ്ഞതായിക്കൊണ്ട് അള്ളാഹു നമുക്കൊരു കാര്യം അറിയിച്ചു തരുന്നുണ്ട്. രക്ഷിതാവെ, പിശാച് പറയാണ്, രക്ഷിതാവെ നീ എന്നെ പിഴപ്പിച്ചതിനാൽ ഞാൻ പിഴച്ചവനായി. അതുകൊണ്ട് നിന്നിലേക്ക് വരുന്ന നിന്റെ നല്ലവരായ അടിമകളെ അവര് വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ അവിടെ പോയി നിൽക്കുകയും അവരെ വഴിതെറ്റിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുമെന്ന് പിശാച് പ്രതിജ്ഞ എടുത്തിട്ടാണല്ലോ അവിടെ നിന്ന് പോകുന്നത്. അതെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ മുബീൻ എന്നൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതായത് പിശാച് നിങ്ങളുടെ ശത്രു തന്നെയാണ്, അവനെ നിങ്ങൾ ഒരിക്കലും മിത്രമായി കാണരുത്, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന് പലയിടങ്ങളിൽ ഇങ്ങനെ അടിവരയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഇപ്പം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലും ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് ഈ മദ്യപാനം തന്നെയാണ്. അതെ, ആളുകൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്ന എല്ലാ തെറ്റുകളും നമ്മൾ ചെയ്യും. അതിന് യാതൊരു ലജ്ജ ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പലപ്പോഴും സമൂഹത്തിൽ ചില കുടുംബങ്ങളിലെങ്കിലും അവർ പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് മദ്യപിച്ചാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊക്കെ മദ്യപിച്ച് അവിടെ നിന്ന് അടങ്ങി കടന്നോടുന്നു. പക്ഷെ അതിൻ്റെ ഫലം ചിലപ്പോൾ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫലം വരും. ഫലം ഉണ്ടാവും. ഈ അടുത്തൊരു പെൺകുട്ടി പോലീസിന് മുന്നിൽ പരാതിയായിട്ട് വരുന്നത് എന്താ വെച്ചാൽ സ്വന്തം അച്ഛനെ കുറിച്ചാണ്. എന്താ അച്ഛൻ ദിവസവും രാത്രി എന്ത് ചെയ്യും, വെള്ളം അടിച്ച് കള്ളും കുടിച്ച് എന്ത് ചെയ്യും, വീട്ടിലേക്ക് വരും. ആ അച്ഛൻ തന്നെ എന്ത് ചെയ്യാണ്, ഒരു കാമുകൻ എങ്ങനെ ഒരു കാമുകിയെ നോക്കുന്നത്, അവരെ ഒരു ലൈംഗികമായി കൊണ്ട് നോക്കുന്ന രൂപത്തിലാണ് അച്ഛൻ. തനിക്ക് സംരക്ഷണമേകേണ്ട അച്ഛൻ എന്ത് ചെയ്യാണ്, ആ രൂപത്തിലാണ്. അല്ല, പൂവാലന്മാരൊക്കെ നോക്കുന്നത് പോലെ അതുപോലെ അവർ വന്ന് ടച്ച് ചെയ്യുക, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്കൊരു പ്രൊട്ടക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അച്ഛനിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ വേണം. ഇത് കഴിച്ചാൽ പിന്നെ ആരാ എന്താവൊന്നുമില്ല, പിന്നെ മുമ്പിൽ അമ്മയാണോ പെങ്ങളാണോ എന്നുള്ള ആ ഒരു വിചാരം പിന്നെ അവിടെ ഉണ്ടാവില്ല. അതൊക്കെ മറന്നു പോവാണ് മനുഷ്യൻ. പിന്നെ അവിടെ അവനെ കൺട്രോൾ ചെയ്യുന്നത് പിശാചാ. ഇപ്പോൾ അള്ളാഹു ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ,
തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യന് അതായത് അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനെ അവനക്ക് എന്ത് ചെയ്യും, അവന് ഞാനൊരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും. പിന്നെ അവൻ്റെ കൂട്ടുകാരൻ ആ പിശാചായിരിക്കും. അവൻ ചെയ്യുന്നത് മുഴുവൻ ആ പിശാച് പറയുന്ന കാര്യമായിരിക്കും. അവൻ്റെ ചിന്ത മുഴുവൻ പിശാചിൻ്റെ ചിന്തയായിരിക്കും. അങ്ങനെ അവനൊരു പിശാചായി മാറും എന്ന ഒരായത്തുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. സത്യം പോലെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം മുതലേ. യഥാർത്ഥത്തിൽ ഈ മദ്യത്തിൻ്റെ ആളുകൾ, അയാളൊരു മദ്യപാനിയാണെന്ന് ഒരു സമൂഹം തിരിച്ചറിയണം. പിന്നെ അയാൾ ഒരു കാര്യത്തിലും അയാൾ എന്തില്ല, പിന്നെ ഒരു അപകടം പറ്റിയാൽ പോലും എന്തില്ല, ആളുകൾ തിരിഞ്ഞു നോക്കൂല. ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആളുകൾ വേഗത്തിൽ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി. അപ്പോൾ ഒരാൾ പറയണ അത് കള്ളു കുടിച്ചിട്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, തിരിച്ചാണ് പോരല്ല. ഒന്നാണ് വഴിക്ക് സൈഡ് കാലൊക്കെ ഒന്നാണ് മാറ്റി കടത്തുന്നല്ലാതെ ആരും എന്ത് ചെയ്യില്ല, മെയിൻ ചെയ്യില്ല. ഒരിക്കലും ഈ അടുത്ത് വന്നൊരു വാർത്ത എന്താ വെച്ചാൽ പത്രത്തിൽ ഒരാൾ ബസ്സിൽ മരിച്ചു കിടന്നത് 2 ദിവസമാണെന്നാണ്. അപ്പോൾ എന്തേ കാരണം വെച്ചാൽ അയാൾ സ്ഥിരം കള്ളുടിക്കുന്ന ആളാണ്. അപ്പോൾ കള്ളുടിക്കുന്ന ആളായപ്പോൾ ആളുകൾ എന്ത് ചെയ്തു, ബസ്സിൽ കയറിയ ആളിങ്ങനെ ഇരുന്ന് ആൾ ബസ് നിർത്തിയപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇറങ്ങിപ്പോകുന്നില്ല. അപ്പോൾ ഇവർ കരുതി കള്ളുടിച്ച് കിടക്കാന്ന് കരുതി. അവസാനം അദ്ദേഹം മരണപ്പെട്ടുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു ആളുകള് അത് അവനടിച്ച് പൂസായി അവിടെ കിടക്കുകയാണെന്നുള്ള രീതിയിലായിരിക്കും എന്നാണ് മനസ്സിലാക്കിയത്. മരണപ്പെട്ടിട്ട് പോലും എന്ത് ചെയ്യില്ല, ആ ഒരു കാരുണ്യം ലഭിക്കാൻ എന്ത് ചെയ്തില്ല, അത്തരം ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പം അത്രയും ആ ഒരു ഗൗരവം മദ്യത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണണം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മദ്യം തിന്മകളുടെ മാതാവാണ്. എല്ലാ തിന്മകളെയും കൊണ്ടുവരുമെന്നുള്ളത് തന്നെ. മദ്യം മാത്രമല്ല, ഈ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വസ്തുക്കളും ഇപ്പോൾ ഇന്ന് നമ്മുടെ ജനറേഷനിൽ കൂടുതൽ ആളുകളും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് MDMA, കഞ്ചാവ്, അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണെന്ന് പറയാനുള്ള കാരണം, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വലിയ ആളുകളിൽ മാത്രമായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അതും വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് ചെറിയ ചെറിയ മക്കളിൽ ഈ ഒരു കാര്യം ഉണ്ടായി പോരുന്നു എന്നുള്ളത് അത് വളരെ ഒരു സങ്കടകരമായൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ തലമുറ ഇങ്ങനെ പോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് കാലം കൂടിയും കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതെ, ഒരു സമൂഹത്തിന്റെ നാശത്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ലഹരികളൊക്കെ കാരണമാകുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു ലഹരിയുടെയും എല്ലാം ഉറവിടങ്ങൾ, അതിനെതിരെ ഇന്ന് പൊതുവെ സമൂഹങ്ങൾ ശക്തമായി കൊണ്ട് പ്രതികരിക്കുന്നുണ്ട്. ഏതൊരു നാട്ടിലേക്കും പ്രവേശിച്ചാൽ അവിടെയെല്ലാം കൃത്യമായ ബാനറുകൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അത് ലഹരി അനുവദിക്കുന്നില്ല, ആരാണ് അത് ഉപയോഗിക്കുന്നത് കണ്ടാലും കൃത്യമായി നാട്ടുകാരുടെ വക ഒരു പണിഷ്മെന്റ് ഉണ്ടായിരിക്കും എന്നുള്ള തരത്തിലുള്ള താക്കീതുകൾ എല്ലാ നാടുകളിലും ഈ അടുത്തായി കൊണ്ട് ലഹരി വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, നാട്ടുകാർ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാനുള്ള, അത് ലഹരി ഇല്ലാതാക്കാനുള്ള ഒരു അവസ്ഥ എല്ലാവരും കൊണ്ടുവരാൻ ഈ ഒരു സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുന്നത്. നമ്മളെ നാട്ടിലൊക്കെ ഇത്തരത്തിൽ ഈ ഒരു ചെറിയ ആളുകളുടെ ഒക്കെ ഇടയിൽ, ഈ യുവാക്കളുടെ ഇടയിൽ ഈ മദ്യം അതുപോലെ മറ്റുള്ള ലഹരികളൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നല്ലവരായി ജീവിക്കുന്ന പല ആളുകളുണ്ട്. അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം ജീവിതത്തിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാതെ കൈകൊണ്ട് തൊടാത്ത എത്രയോ നല്ലവരായ ആളുകൾ. സംഭവം അവർ അത്ര വലിയ മുത്തക്കിങ്ങളൊന്നും ആയിരിക്കൂല, പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കും. അത് വലിയൊരു സംഭവം തന്നെയാണത്. എനിക്കങ്ങനെ കുറേ ആളുകളെ അറിയാം, ഞങ്ങളുടെ നാട്ടിലും ഉണ്ട്. അതല്ലാതെ എനിക്ക് പരിചയമുള്ള മറ്റു ചില സ്ഥലത്തൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, നല്ലവരായ ആളുകൾ. അതൊരു വലിയ കാര്യം തന്നെയാണ്. സംഭവം അവർ നടക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കും, പക്ഷേ കൈകൊണ്ട് തൊടാത്ത ആളുകളാണ്. അതെ.